4 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജലജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം. ചക്കുപള്ളം, വണ്ടൻമേട്, കരുണാപുരം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ 6800-ലധികം കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പിന്റെ പിടിപ്പുകേടാണ് പദ്ധതി മരവിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. 2022 ഒക്ടോബർ 7-നാണ് പദ്ധതി ആരംഭിച്ചത്. കേരള വാട്ടർ അതോറിറ്റി നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പദ്ധതിയിൽ 6866 ഹൗസ് കണക്ഷനുകളാണ് ഉള്ളത്. കേന്ദ്ര വിഹിതമായി 3159.225 ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതമായി 1053.075 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ബൃഹത്തായ പദ്ധതി നടപ്പാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. തേക്കടി റിസർവോയറിൽ നിന്നും ശേഖരിക്കുന്ന ജലം കുമളി 1-ാം മൈലിലെ പ്രധാന ജലസംഭരണിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും വിവിധ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുവാനായിരുന്നു നീക്കം. ഈ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ചില പഞ്ചായത്തുകളിൽ ആരംഭിച്ചിട്ടില്ലെന്നാണ് വരുന്ന ആക്ഷേപം. ഇടുക്കി ജില്ലയിൽ വലിയ കാലതാമസമാണ് ഈ പദ്ധതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വണ്ടൻമേട് പഞ്ചായത്തിലും പാമ്പാടുംപാറ പഞ്ചായത്തിലും വലിയ കാലതാമസം വന്നു എങ്കിൽ പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നടപടികളുമായി കേരള വാട്ടർ അതോറിറ്റി മുമ്പോട്ട് പോകുന്നില്ല. 2024 ഫെബ്രുവരിയിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ഇനിയും പദ്ധതി പൂർത്തീകരിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് 18 ഇടുക്കി.